ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഐബിക്കും പേട്ട പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. മേഘയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന് ബന്ധു. ആ ബന്ധു പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദുരൂഹതയുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമുക്ക് ഐബിക്കും പേട്ട സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ അവരുടെ അന്വേഷണത്തിലാണ്. 12-13 മാസത്തോളമായി തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി കിട്ടിയിട്ട്. അതിനുശേഷം കുട്ടിയെ ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് സംശയമില്ല. അതിന് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അപ്പം പ്രാഥമിക അന്വേഷണം നടക്കട്ടെ. നടന്നതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ജയശങ്കറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. കുടുംബം എന്തായാലും ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഈ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തൊക്കെ സൂചനകളാണ് അവർ പറയുന്നത്? ക്രിസ്റ്റിന, ഈ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐബി ഉദ്യോഗസ്ഥ മേഘയെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന തലത്തിൽ കണ്ടെത്തുന്നത്. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പേട്ട പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും ഇന്ന് കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ ആരോപിക്കുന്നു. കുടുംബവുമായി മികച്ച ബന്ധമാണ് മേഘയ്ക്ക് ഉണ്ടായിരുന്നത്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തു, ഇല്ലെങ്കിൽ ഇത്തരം ഒരു മരണത്തിലേക്ക് എത്തി എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ടെന്നാണ് അമ്മാവൻ സന്തോഷ് നമ്മളോട് പറയുന്നത്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഐബിക്കും ഒപ്പം തന്നെ പേട്ട പോലീസിനും പരാതി നൽകിയെന്നാണ് കുടുംബം നിലവിൽ പറയുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രാഥമികമായ റിപ്പോർട്ടൊക്കെ ലഭിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നും കുടുംബം പറയുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കുക. കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്. വലിയ പ്രതീക്ഷകളുമായി അവർ ജോലിക്ക് വിട്ടതാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു. വളരെ സന്തോഷകരമായൊരു ജീവിതം. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഒരു മരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരണകാരണം ഉൾപ്പെടെ, ആത്മഹത്യാ കാരണം ഉൾപ്പെടെ വ്യക്തമാകുമെന്നൊരു പ്രതീക്ഷയും കുടുംബം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ മരണപ്പെട്ട ഈ ഐബി ഉദ്യോഗസ്ഥ മേഘയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വീട്ടുവളപ്പിൽ 11 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം നടക്കുക. നിലവിൽ ഇവരുടെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. 11 മണിയോടുകൂടി സംസ്കാരം നടത്താനാണ് കുടുംബത്തിൻ്റെ ആലോചന. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ അന്വേഷണം വേണം. തുടർ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കണം, ഐബിയും പരിശോധിക്കണം എന്ന ആവശ്യത്തിൽ കുടുംബം നിൽക്കുന്നു. എന്തായാലും ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പേട്ട പോലീസാണ് ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തും വിശദമായ അന്വേഷണം നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേഘയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ പേട്ട പോലീസ് നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ മരണം സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ തുടരന്വേഷണം നടക്കുന്നു. അതിനിടയിലാണ് കുടുംബം ദുരൂഹത ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ കുടുംബം ഏത് തരത്തിൽ, എന്ത് പ്രശ്നം, അത്തരം വിഷയങ്ങളിലേക്കൊന്നും കുടുംബം കടക്കുന്നില്ല. ദുരൂഹതകളുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിശദമായി മാധ്യമങ്ങളെ കണ്ട് അവരുടെ ഭാഗം കുറച്ചുകൂടി വ്യക്തതയോടെ വിശദീകരിക്കാനുള്ള സാധ്യതയാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തിയാവും. കുടുംബം ദുരൂഹത ആരോപിക്കുന്നു. പോലീസിൻ്റെ അന്വേഷണം അത് വിശദമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർവീസിലെ വളരെ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥയുടെ മരണത്തിലൊരു വിശദമായ അന്വേഷണം എന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ആ രീതിയിൽ തന്നെ പോലീസ് ഇതിനെ ഗൗരവത്തോടെ എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ താങ്ക് യു എ ബി ജയശങ്കർ.